എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ മത്തങ്ങ പയർ എരിശ്ശേരി തയ്യാറാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് വൻപയർ നന്നായിട്ട് കഴുകിയ ശേഷം 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിർത്ത് വെച്ച വെള്ളമൊക്കെ മാറ്റിയ ശേഷം ഞാനിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. 1/4 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കണമെന്നില്ല. ഞാനിവിടെ 1/2 കിലോ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള വെയിറ്റാണ് 1/2 കിലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞൊന്ന് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ വൻപയറൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ എരിവുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വൻപയറും അതുപോലെ തന്നെ മത്തങ്ങയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഇതെല്ലാം പാകത്തിന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പാണ് അടുത്തതായിട്ട് ചേർക്കാനുള്ളത്. അപ്പോൾ തേങ്ങയുടെ കൂട്ടാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാടങ്ങ് ഫൈനായിട്ട് അരയ്ക്കണമെന്നില്ല. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ തേങ്ങയുടെ കൂട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അരപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടണം. ഏകദേശം ഒരു 5 മിനിറ്റാണ് അരപ്പ് ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 1 ടീസ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട്. ഇങ്ങനൊരു അല്പം ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ ഒട്ടും കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു കളറിലാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ കുക്കറിലുള്ള ഈ മത്തങ്ങയും അതുപോലെ പയറിൻ്റെ ആ ഒരു കൂട്ടാണ് ചേർക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം എരിശ്ശേരിക്ക്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്